മെഷർമെന്റ് എന്നാണ് ലെസന്റെ പേര്. വളരെ രസകരമായ, ഭയങ്കര ടഫ് ആയിട്ടൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ ഈ ലെസണിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നാൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്നത് മെഷറിംഗ് ലെങ്ത് ആണ്. നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യുന്ന ബേസ് ആണ്. എങ്ങനെയാണ് നമുക്കൊരു ലെങ്തിനെ മെഷർ ചെയ്യാൻ, നമ്മുടെ നീളം എങ്ങനെയാണ് അളക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 2 സ്റ്റെപ്സ് ഉണ്ട്, 2 വഴികളിലൂടെ നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് എന്താണ്, നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ എന്താണ്, ബൈ യൂസിങ് ഒബ്ജക്റ്റ് ആൻഡ് ബോഡി പാർട്സ്. നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ പാരന്റ്സ് ആയാലും കൈ വെച്ചൊക്കെ മെഷർ ചെയ്യുന്നത് അല്ലെ. കൈയുടെ ഈ ഭാഗം വെച്ചൊക്കെ നമുക്ക് അളക്കാൻ കഴിയും. കൈ വെച്ചിട്ട് വിരലുകൾ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ ഫസ്റ്റ് വേ അതാണ്. സെക്കൻഡ് വേ എന്ന് പറയുന്നത് എന്താണ്, മെഷറിംഗ് എന്താണ്, ടാപ്പ്, അതായത് സ്കെയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതും ഒരു മെഷർമെന്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സ്കെയിലും പിന്നെ എന്താണ് ടാപ്പ്, നമ്മുടെ സ്റ്റിച്ചിങ് സെന്ററിലൊക്കെ കാണാറില്ലേ ടാപ്പ്, തുണിയൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതും അതും എന്താണ്, അത് ഒരു അളവ് കോലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 ways ആണുള്ളത്. ഫസ്റ്റ് വൺ, ബോഡി പാർട്സ് വെച്ച് നമ്മുടെ ഒബ്ജക്റ്റിനെ മെഷർ ചെയ്യാൻ കഴിയും. ദെൻ സെക്കൻഡ് വേ ഏതാണ്, നമ്മുടെ സ്കെയിലും പിന്നെ എന്താണ് മെഷറിംഗ് ടാപ്പ്. മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലുണ്ട്. നമുക്കറിയാലേ, സ്കെയിൽസ് നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുന്നതാണ് സ്കെയിൽസ്. അപ്പോ ഇതിൽ എന്താണ്, ഇതുവഴി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കഴിയും. ദെൻ സെക്കൻഡ് എന്താണ്, നമ്മുടെ തുണിയൊക്കെ അളക്കാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, ടാപ്പ് ഉണ്ട് അല്ലെ, മെഷറിംഗ് ടാപ്പ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, പിന്നെ ടീച്ചർ ഒന്ന് പഠിപ്പിക്കുന്നത്, അപ്പൊ മെഷർ ചെയ്യാനായിട്ട്, ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് 2 ways ആണ് ടീച്ചർ പറഞ്ഞു തന്നത്. പിന്നെ സെക്കൻഡ് ടീച്ചർ പറയാനുള്ളത് സെന്റിമീറ്ററും മീറ്ററിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞു തരും. എന്താണ് സെന്റിമീറ്റർ? സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചെറിയ അളവുകൾ, ചെറിയ ഒബ്ജക്ട്സിനെയൊക്കെ അളക്കാനായിട്ട് നമ്മൾ സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ബിഗ് ഒബ്ജക്റ്റ് ആണ്, ബിഗ്ഗർ ലെങ്ത് ഉള്ള, ബിഗ്ഗർ ആയിട്ടുള്ള വലിയ ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മീറ്ററിലായിരിക്കും നമ്മൾ അളവ് പറയുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, okay, all of you to the blackboard, please listen here. Measuring length, measurement, lesson 2, measurement. Okay, measuring length. ടീച്ചർ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മെഷറിംഗ് ലെങ്ത് എങ്ങനെയൊക്കെയാണ് 2 ways ആണുള്ളത് എന്ന് പറഞ്ഞു. ടീച്ചർ സെന്റിമീറ്ററിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റിമീറ്റർ ഇസ് എ സ്മോൾ ഫിക്സഡ് ലെങ്ത്. നമുക്കൊരു ചെറിയ ഒബ്ജക്റ്റിന്റെ എന്താണ് അതിന്റെ അളവ് അറിയാനായിട്ടാണ് നമ്മൾ സെന്റിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ആസ് cm എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതും. cm എന്നാണ് സെന്റിമീറ്റർ നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ദെൻ മീറ്റർ. എന്താണ് മീറ്റർ? മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബിഗ്ഗർ ലെങ്ത്, വലിയ ലെങ്ത് ഉള്ള, അതായത് ഒരുവിധം ചെറിയ ഒബ്ജക്ട്സിലേക്ക് നമുക്ക് സെന്റിമീറ്ററിൽ മെഷർ ചെയ്യാൻ കഴിയും. മീറ്റർ ആണെങ്കിലോ ബിഗ്ഗർ ലെങ്ത് ഉള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ മീറ്ററിൽ അളക്കുന്നത്. മീറ്റർ, ഓക്കെ, ഇറ്റ് ഈസ് റിട്ടൺ ആസ് m. നമ്മൾ മീറ്റർ എന്ന് എഴുതുന്നതിന്റെ ഷോർട്ട് ഫോം m എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ സ്മോൾ ലെറ്റർ m ആണ് എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററിനെയാണ്. അപ്പോൾ 100 സെന്റിമീറ്റർ is equal to 1 മീറ്റർ. 1 മീറ്റർ, 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററിനെയാണ്. 1 മീറ്ററിന് തുല്യമാണ് 100 സെന്റിമീറ്റർ. ഓക്കെ, നോക്കിയ ടീച്ചറോട് എഴുതിയിരിക്കുന്നു 7 മീറ്റർ. 7 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 7 മീറ്റർ. ഇവിടെ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലേ. അപ്പോ 7 മീറ്റർ എന്ന് പറയുന്നത് 7 into 100 സെന്റിമീറ്റർ. 7 into 100 സെന്റിമീറ്റർ. അപ്പോൾ 7 into 100 700. കണ്ടോ, 700. 700 സെന്റിമീറ്റർ. ഓക്കെ, 2 മീറ്റർ. 2 മീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്?
2 into 100. Okay, ഇവിടെ 7 into 100, 700. 2 into 100, 200 centimeter. 2 meter is equal to 200 centimeter. Okay. Then note here blank space തന്നിരിക്കും. Then 900 centimeter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 900 centimeter എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 2 zeros കട്ട് ചെയ്യുമ്പോൾ 9 meter. 9 meter ആണ് 900 centimeter. അല്ലെങ്കിൽ 900 centimeter നെയാണ് നമ്മൾ 9 meter എന്ന് പറയുന്നത്. Okay. Okay, all of you take your textbook. Please listen here. Page number 71. 71. Okay. 2. Lesson 2. Measurement. Measuring length. There are 2 ways of measuring length. First one, by using objects and body parts. 2. Second one, by using a scale or measuring tape. Okay, അപ്പോൾ മെഷറിംഗ് ലെങ്ത് കാണാനായിട്ട് അളവ് അറിയാനായിട്ട് 2 ways ആണുള്ളത്. ഫസ്റ്റ് വൺ യൂസിങ് ഒബ്ജക്ട്സ് ആൻഡ് ബോഡി പാർട്സ്. ദെൻ സെക്കൻഡ് വൺ യൂസിങ് എ സ്കെയിൽ ഓർ മെഷറിംഗ് ടാപ്പ്. ഓക്കെ, നെക്സ്റ്റ് യു ഓൾറെഡി know the body part we use the measure length. അപ്പോൾ മെഷറിംഗ് ലെങ്ത് നോക്കുന്നത് ബോഡി പാർട്സ് വെച്ച് എങ്ങനെയാണ് നോക്കുന്നത് എന്നാണ് കൊടുത്തേക്കുന്നത്. ലാൻഡ് സ്പാൻ, ഡിജിറ്റ് ഓഫ് ഫിംഗർ, പാം, ക്യൂബിറ്റ്, ആം ലെങ്ത്, ഫുട്ട് സ്പാൻ, പേസ്. അപ്പോൾ ബോഡി പാർട്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് മെഷറിംഗ് ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഓരോന്ന് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ, ഡിജിറ്റ്സ് ഓഫ് ഫിംഗർ വെച്ചിട്ട്, ലാൻഡ് സ്പാൻ, പാം വെച്ചിട്ട് നമുക്ക് അളക്കാൻ കഴിയും. പിന്നെ ആം ലെങ്ത് വെച്ചിട്ട്, ക്യൂബിറ്റ്, പേസ് അതായത് നമ്മൾ സ്കൂൾ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിൻ്റെ അളവെടുക്കായിരുന്നു അല്ലേ. കാലുകൾ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഫുട്ട് സ്പാൻ വെച്ചിട്ട് നോക്കാൻ കഴിയും. Okay, the pencil is about 10 digits long. 10 digits long ആണ്. Then the room is about 50 paces long. അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു കാല് വെച്ചിട്ടല്ലേ, ആ പേസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ കഴിയും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. The pencil box is about 6 paper clips long. The pencil box is about 6 paper clips long. Then the mobile phone is about 3 erasers long. 3 erasers long. Next, when we use objects or body parts to measure length, the measurement is not exact. This is because the lengths of all objects and body parts are not fixed. To get exact measurements, we need fixed length. Centimeters and meters are the most commonly used fixed lengths. They are the standard units of length. എന്താണ് പറയുന്നത്? When we use object or body parts to measure length, the measurement is not exact. നീളം അളക്കുന്നതിന് ഒബ്ജക്ട്സോ ബോഡി പാർട്സോ വസ്തുക്കളോ ശരീരഭാഗങ്ങളോ ആകട്ടെ അളവുകൾ എപ്പോഴും എക്സാക്റ്റ് ആയിരിക്കില്ല, അളവുകൾ കൃത്യമായിരിക്കത്തില്ല. മെഷർമെൻറ്റ് ഈസ് നോട്ട് എക്സാക്റ്റ്. ദിസ് ഈസ് ബിക്കോസ് ദ ലെങ്ത് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ആൻഡ് ബോഡി പാർട്സ് ആർ നോട്ട് ഫിക്സഡ്. ടു ഗെറ്റ് എക്സാക്ട് മെഷർമെൻറ്റ് വി നീഡ് ഫിക്സഡ് ലെങ്ത്. നമുക്ക് എക്സാക്റ്റുള്ള കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ വി നീഡ് ഫിക്സഡ് ലെങ്ത്. സെൻറ്റിമീറ്റർ ആൻഡ് meters are the most commonly used fixed length. കൃത്യമായ അളവുകൾ, ഫിക്സഡ് ആയിട്ടുള്ള കറക്റ്റ് എക്സാക്റ്റ് അളവുകൾ ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് നിശ്ചിത നീളം ആവശ്യമായി വരും. To get exact measurements, we need fixed length. Centimeter and meter are most commonly used fixed length. ഫിക്സഡ് ലെങ്ത്തിനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റേഴ്സും ആൻഡ് മീറ്റേഴ്സുമാണ്. They are the standard unit of length. Okay. Centimeter is a small fixed length.
Centimeter is a small fixed length. It is written as cm. cm in short. We use it to measure small length of things like books, pencils, etc. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഫിക്സഡ് ലെങ്ത് ആണ്. സെൻറ്റിമീറ്റർ ഇസ് എ സ്മോൾ ഫിക്സഡ് ലെങ്ത്. ഇറ്റ് ഈസ് റിട്ടൺ ആസ് സി എം. ഇതിൻ്റെ ഷോർട്ടായിട്ട് സെൻറ്റിമീറ്റർ എന്നെഴുതുന്നതിൻ്റെ ഷോർട്ടാണ് സി എം. ബി യൂസ് ഇറ്റ് ടു മെഷർ സ്മോൾ ലെങ്ത് ഓഫ് തിങ്സ്. നമ്മുടെ വസ്തുക്കളുടെ ചെറിയ ലെങ്ത് ഒക്കെ നമുക്ക് സെൻറ്റിമീറ്ററിലൂടെയാണ് അളക്കാൻ കഴിയുന്നത്. എക്സാമ്പിൾ ബുക്സ്, പെൻസിൽ ഇവയൊക്കെ സെൻറ്റിമീറ്ററിലാണ് അളക്കുന്നത്. ഓക്കെ, നോക്കിയേ ഇവിടെ ഒരു സ്കെയിലാണ്. സ്കെയിലിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ എപ്പോഴും നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. വി സ്റ്റാർട്ട് മെഷറിങ് ഫ്രം ദി 0 മാർക്ക്. സ്കെയിലിൻ്റെ 0 മാർക്കിൽ നിന്നാണ് നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ മാർക്കിംഗ് 1, 2, 3 ഷോ സെൻറ്റിമീറ്റർ. നോക്കിയേ സ്കെയിലിൻ്റെ 0യിൽ നിന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 സെൻറ്റിമീറ്റർ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, നോക്കിയേ ഈ 1നും 2നും ഇടയിലുള്ള ചെറിയ നമ്പേഴ്സ്, ചെറിയ ആരോസ് കണ്ടായിരുന്നു. അതൊക്കെ എന്താണ്? ഈ 1ൽ നിന്ന് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 കഴിഞ്ഞ് 1.5ലേക്ക് എങ്ങനെയാണ് എത്തുന്നത് നോക്കുക. 1, 2, 3, 4, 5. ഓക്കെ, ഈ ആരോയിൽ പോയിന്റിൽ എത്തുമ്പോഴാണ് 1.5 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 5 കഴിഞ്ഞ് 6, 7, 8, 9, 10. നെക്സ്റ്റ് 1.5ൽ നിന്ന് 2 സെൻറ്റിമീറ്ററിലേക്ക് എത്തുന്നു. പിന്നെ അതുപോലെയാണ് 2ൽ നിന്ന് 2.5 എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞിട്ടുള്ള ആരോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ, ഈ മാർക്കിൽ എത്തുമ്പോഴാണ് 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. 5 ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴാണ് 2.5 എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീറ്റർ. മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബിഗ്ഗർ ലെങ്ത്. അപ്പോൾ സ്മാളർ ലെങ്ത് നോക്കുന്നത് സെൻറ്റിമീറ്ററിലും ബിഗ്ഗർ ലെങ്ത് നോക്കുന്നത് മീറ്ററിലുമാണ്. എം, അതായത് ഇറ്റ് ഈസ് റിട്ടൺ ആസ് എം. എം എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോമിൽ. മീറ്ററിൻ്റെ ഷോർട്ട് ഫോം എഴുതുമ്പോൾ എം എന്നാണ് എഴുതാറ്. സ്മോൾ ലെറ്റർ എം. മീറ്റർ ഈസ്ഡ് ഫോർ മെഷറിംഗ് ബിഗ്ഗർ ലെങ്ത്. ബിഗ്ഗർ ലെങ്ത് അറിയാനാണ് നമ്മൾ മീറ്റർ യൂസ് ചെയ്യുന്നത്. Meter is much longer than centimeter. Meter is much longer than centimeter. Okay. Then 100 centimeter. ടെസ്റ്റ് ബോർഡിൽ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആകുന്നത്. 1 മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. We use a meter tap or a meter scale to measure in meters. It is used to measure lengths of things like walls, clothes, etc. Okay, ഇവിടെ മീറ്റർ ടാപ്പിൻ്റെ ഒരു പിക്ചറും ഫോൾഡബിൾ മീറ്റർ റൂളറിൻ്റെ ഒരു പിക്ചറുമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നോക്കിയേ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണല്ലേ. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 സെൻറ്റിമീറ്റർ. 3 മീറ്റർ എന്ന് പറയുമ്പോൾ 300 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3 × 100 സെൻറ്റിമീറ്റർ. 3 × 100 സെൻറ്റിമീറ്റർ, 300 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് M for things which are more than a meter and centimeter for things which are more than a centimeter. ഇതിൽ നോക്കിയതിന് ശേഷം എന്താണ്? റൈറ്റ് M for things which are more than a meter and centimeter for things which are more than a centimeter എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഇതും അതുപോലെയാണ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ്, യൂസിങ് ദ റൂളർ ഡ്രോൺ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗിവൺ ഒബ്ജെക്ട്സ്. ഓക്കെ, ഇവിടെ ഒബ്ജെക്ട്സ് തന്നിട്ടുണ്ട്. സ്കെയിലിൽ ഒബ്ജക്റ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുകയാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിൽ ഏതാണെന്നുള്ളത്
എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് ഈ ബ്ലാങ്ക് സ്പേസ് എഴുതി ഫിൽ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയ ഒരു റേസറിൻ്റെ എപ്പോഴും നമ്മൾ ഒബ്ജക്ട്സ് എന്താണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്, 0 മാർക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയ സീറോയിലാണ് ഇറേസർ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഇറേസറിൻ്റെ എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്, ഒബ്ജക്റ്റ് എത്രയാണെന്നുള്ളത്, ആ ഒബ്ജക്റ്റ് എത്ര ലെങ്ത് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ ഉള്ളത്. കറക്റ്റായിട്ടുള്ളത് നോക്കിയതിന് ശേഷം ആ സെൻറ്റിമീറ്റർ എത്രയാണ് എന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫില്ലിംഗ് ദ ബോക്സസ്. അപ്പോൾ 7 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? ദെൻ dash meter is 300 centimeter, dash meter is 800 centimeter, 12 meter is dash centimeter, dash meter is equal to 200 centimeter, dash meter is equal to 900 centimeter. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 100 centimeter is equal to 1 meter. അപ്പോൾ 7 മീറ്റർ എന്ന് പറയുന്നത് 700 centimeter ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നും ഫില്ല് ചെയ്യുക. ഡാഷ് മീറ്റർ is equal to 300 centimeter. അപ്പോൾ 3 മീറ്റർ. അപ്പോൾ അതുപോലെ ഓരോന്നും ഫില്ല് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. Okay, all of you take your notebooks. Measurement centimeter. എന്താണ് സെൻറ്റിമീറ്റർ? സെൻറ്റിമീറ്റർ is a small fixed length. It is written as cm. cm is cm in short. Okay, centimeter. Centimeter is a small fixed length. It is written as cm in short. Then meter. Meter is used for measuring bigger length. It is written as m. Okay, 100 centimeter is equal to 1 meter. 100 centimeter is equal to 1 meter. Okay, then fill in the boxes. 7 meter is equal to dash centimeter. Dash meter is 200 centimeter. ഡാഷ് മീറ്റർ ഈസ് 600 centimeter. ടീച്ചർ അങ്ങനെ കുറച്ച് ബോക്സസ് ഫില്ല് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് EVS പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിന്റെ നോട്ട്സും ആക്ടിവിറ്റീസും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അവർ ഫെസ്റ്റിവൽസ് നമ്മൾ പഠിച്ചു, ഒത്തിരി ഫെസ്റ്റിവൽസ് പഠിച്ചു. ഇപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ് അല്ലേ? അപ്പോൾ അതിന്റെ എല്ലാം കണ്ടിന്യൂവേഷൻ നോട്ട്സ് എഴുതാം, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, all of you take your text, page number 149. Page number 149. Text activity started. Complete the flow chart. Complete the flow chart. Festivals, national, harvest festivals, religious. ഉത്സവങ്ങൾ 3 തരത്തിൽ ഏതൊക്കെയാണ്? നാഷണൽ, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആൻഡ് റിലീജിയസ്. ദെൻ നാഷണൽ ഫെസ്റ്റിവൽ, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, റിലീജിയസ്. അതിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏതൊക്കെയാണ്? വൈശാഖി, ബിഹു, പൊങ്കൽ, ഓണം. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. ചൂസ് ദ കറക്റ്റ് ആൻസർ നോക്കി ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ഹോളി വി മേക്ക് എ സ്വീറ്റ് കളർ. ഹോളി ടൈമിന്, ഹോളി ഫെസ്റ്റിവൽ സമയത്ത് ഉണ്ടാക്കുന്ന സ്വീറ്റ് ഏതാണ്? ഗുജിയ അല്ലേ? നമ്മൾ പഠിച്ചു, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനറിയാം. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക, ഗുജിയ. ദെൻ സെക്കൻഡ് വൺ, ബിഹു ഈസ് സെലിബ്രേറ്റഡ് ബൈ പീപ്പിൾ ഓഫ് ആസാം അല്ലേ? വേറെ തന്നിരിക്കുന്ന തമിഴ്നാട്, കേരള. അപ്പോൾ അത് രണ്ടും അല്ല, ആസാമാണ്. ആസാമിലെ ആളുകളാണ് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത്. Then third one, on Independence Day we dash. On Independence Day we hoist the national flag and sing the national anthem. Independence Day സ്വാതന്ത്ര്യ ദിനമാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നാഷണൽ ഫ്ലാഗ് അല്ലേ, ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു. hoist the national flag and sing the national anthem. This is the correct answer of it. This. Okay. Then answer the following questions. Answer the following questions ആണ്. അത് നോട്ട്ബുക്കിൽ എഴുതണം, നോട്ട്ബുക്കിൽ എഴുതി വായിക്കാം. ദെൻ നമുക്ക് എഴുതേണ്ടത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് കോളം എയിൽ പറഞ്ഞിരിക്കുന്നു കുറച്ച്
ഫെസ്റ്റിവൽസ് തന്നിരിക്കുന്നു, 8 ഫെസ്റ്റിവൽസ് തന്നിരിക്കുന്നു. ദെൻ കോളം ബിയിൽ അപ്പോൾ മേച്ച് ആയവ ഏതെന്ന് സ്യൂട്ടായത് മാച്ച് ദ ഫോളോയിങ് ചെയ്യണം. ഇത് ഹോംവർക്കാണ്. ദിസ് വൺ ഈസ് ഹോംവർക്കാണ്. കറക്റ്റായിട്ട് ചെയ്ത് ടീച്ചറിനെ വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ. ദെൻ ആക്ടിവിറ്റി ടൈമാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ പ്രിപ്പയർ എ ഷോർട്ട് പ്ലേ ഓൺ ദ സ്റ്റോറി ഓഫ് രാമായണ ആൻഡ് സ്റ്റേജ് ഇറ്റ്. നമ്മൾ സ്കൂൾ ടൈമാണ്, ക്ലാസ് ഓപ്പണിംഗ് ടൈം ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് നോക്കാമായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ഇത് കേട്ടോ, ചെയ്യാൻ പറ്റുമെന്നൊരു രാമായണ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്റ്റേജിൽ ആ ഒരു ഷോർട്ട് പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റോറി ഓഫ് രാമായണ. ഓക്കെ. ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് വെൻ ഡു വി സെലിബ്രേറ്റ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. എപ്പോഴാണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് വെൻ ക്രോപ്സ് ആർ റെഡി ടു ബി കട്ട് അല്ലേ. വിളവെടുപ്പ് സമയമാണ്. വിളവെടുപ്പ് സമയത്ത് വിളവെടുക്കുന്നത് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന റെഡി ടു ബി കട്ട് അല്ലേ. വിളവെടുപ്പ് കറക്റ്റായിട്ട് നടത്തുന്ന സമയമാണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ നെയിം അവർ നാഷണൽ ഫെസ്റ്റിവൽസ്. ദേശീയ ഉത്സവങ്ങൾ ഇതൊക്കെയാണ്: ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി. ദെൻ നെയിം എനി 2 റിലീജിയസ് ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ക്രിസ്മസ്, ഈദ് ഉൽ ഫിത്റാണ് ടീച്ചർ എഴുതിയിട്ടുള്ളൂ. എനി 2 എന്ന് പറഞ്ഞു, ടീച്ചർ 2 എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ടീച്ചർ എഴുതിയിരിക്കുന്നത് ക്രിസ്മസ്, ഈദ് ഉൽ ഫിത്റാണ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. നമുക്കിൻ്റെ നോട്ട്ബുക്കിൽ ആൻസർ ദ ഫോളോയിങ് ചെയ്യാം. റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ഫസ്റ്റ് വൺ, വെൻ ഡു വി സെലിബ്രേറ്റ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ്? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് വെൻ ക്രോപ്സ് ആർ റെഡി ടു ബി കട്ട്. വിളവെടുപ്പ് സമയം പാകമാകുമ്പോഴത്തേക്കാണ്, വിളവെടുക്കുന്ന സമയം പാകമാകുമ്പോഴാണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ നെയിം അവർ നാഷണൽ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി. ദെൻ തേർഡ് വൺ, നെയിം എനി 2 റിലീജിയസ് ഫെസ്റ്റിവൽസ് ആണ്. ഫസ്റ്റ് വൺ ക്രിസ്മസ്, ദെൻ ഈദ് ഉൽ ഫിത്തർ. ഓക്കെ ചിൽഡ്രൻ, നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.